ഞാനിപ്പോൾ വരുന്ന സമയത്ത് ഒരുപാട് മുതഅല്ലിമീങ്ങൾ എനിക്കിങ്ങനെ കൈ കാണിച്ചു മുസാഫഹത്ത് ചെയ്യാൻ. ഞാൻ അവർക്ക് കൈ കൊടുത്തില്ല. അവർക്ക് എന്നോട് വിഷമം വേണ്ട, അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. എന്തുകൊണ്ട് കൈ കൊടുത്തില്ല? കണ്ടാൽ ഭംഗിയുള്ള താടിയും മീശയും മുളക്കാത്ത ചെറിയ ആൺകുട്ടികൾക്ക് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ് എന്ന് ഫത്ഹുൽ മുഈനിലുണ്ട്, തുഹ്ഫയിലുണ്ട്, എല്ലാ കിതാബിലുണ്ട്. അത്തരം കുട്ടികൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് നമ്മൾക്ക്, ആ കുട്ടികൾക്ക് അതറിയില്ല. കിതാബ് ഓതിയ പണ്ഡിതന്മാർ അവരാണിത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത്തരം കുട്ടികളെ മുസാഫഹത്ത് ചെയ്യാൻ പറ്റില്ല. അവരുടെ തലയിൽ തൊപ്പി ഉണ്ടാവും, തലയൊക്കെണ്ടാവും, അതിന്റെ മുകളിൽ വേണേൽ തലയിൽ കൈവച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ദുആ ചെയ്തു കൊടുക്കാം, മന്ത്രിച്ചു കൊടുക്കാം. പക്ഷേ തോലും തമ്മിൽ തൊടാൻ പാടില്ല എന്നാണ് നിയമം. മുബാശറത്ത് പാടില്ല. അപ്പോൾ എന്തുകൊണ്ട്? അത് അല്ലാഹു ഹറാമാക്കിയതാണ്. അത് ഹറാമാണ് എന്നതിൽ ഇമാമിങ്ങൾ തർക്കം പറയുന്നില്ല. അതേ സമയത്ത് അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കാമോ? അന്യ സ്ത്രീകളെ മുഖത്ത് നോക്കൽ ഹറാമാണല്ലോ. അതുപോലെ ഇത്തരം കുട്ടികളെ മുഖത്ത് നോക്കൽ ഹറാമാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു യാതൊരു ദുരുദ്ദേശവും ഇല്ലെങ്കിലും വികാരമൊന്നും ഇല്ലെങ്കിലും നോക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ്. മറ്റു പല ഇമാമിയങ്ങളും ആവശ്യത്തിന് നോക്കാലോ, അതുകൊണ്ട് തന്നെ വികാരമില്ലെങ്കിൽ നോക്കുന്നതിന് കുഴപ്പമില്ല എന്ന അഭിപ്രായക്കാരാണ്. ഏതായാലും അതിൽ രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ ഇമാം നബവി റളിയല്ലാഹു അൻഹു അക്കാര്യത്തിൽ വളരെ കണിശമായ സ്വഭാവം സ്വീകരിച്ചതുകൊണ്ട് ഒരു പണ്ഡിതൻ, അദ്ദേഹം വലിയ മഹാനായ പണ്ഡിതനായിരുന്നു, അല്ലാമ രീമി, അദ്ദേഹം നബവി ഇമാമിനെ കുറിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചു കളഞ്ഞു. ഈ മുസ്ലിയാർ എന്തിനാ ഇത്ര കടുപ്പത്തിൽ പറയുന്നത് എന്നൊക്കെ ആക്ഷേപിച്ച് സംസാരിച്ചു കളഞ്ഞു. ആ കാരണത്താൽ ആ മഹാനായ പണ്ഡിതൻ മരണപ്പെട്ട് കിടക്കുമ്പോ എത്രയോ പതിനായിരങ്ങൾ മയ്യത്തിന്റെ സമീപത്ത് നിൽക്കുമ്പോ ഒരു ചെറിയ പൂച്ചയെ പോലെയോ കീരിയെ പോലെയോ ഉള്ളൊരു ചെറിയ ജീവി ജനങ്ങളെ മുന്നിലൂടെ ഓടി ഇങ്ങ് വന്ന് ആ വലിയ പണ്ഡിതന്റെ വായ അതാ തുറന്നു കിടക്കുന്നു. അതിലുള്ള നാവ് കടിച്ചെടുത്ത് ഓടിക്കളയുന്നു. കാരണം ഇമാമിനെ കുറ്റം പറഞ്ഞതിനാൽ, അവിടുത്തെ വലിയ സ്ഥാനത്തിനെ ചോദ്യം ചെയ്തതിനാൽ. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ മസ്അലയിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളെയും നിസ്സാരപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. നിസ്സാരപ്പെടുത്തി സംസാരിച്ചതിനാൽ അവിടുത്തേക്ക് കിട്ടിയ ഒരു ശിക്ഷയാണത്.